അവിടെ തൊട്ടടുത്ത് കിടന്ന റൂമിലുള്ള ഒരു ചേച്ചി ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം ഉള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. ബുക്ക് ഞാൻ തുറന്നൊന്നും അത് നോക്കിയില്ല. അപ്പുറത്തുള്ള പടം കണ്ടതാണ്, രക്തം ഇങ്ങനെ കണ്ണീർ നിറ്റി വീണിട്ടുള്ള ഒരു ഇത്. അപ്പം ഞാനതിങ്ങനെ നെഞ്ചോടടക്കി പിടിച്ച് ഇന്തിനെ തിയേറ്ററിൽ കയറ്റിയാക്കിയാണ് വെള്ളമൊക്കെ ഇത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, മരണത്തിലും കഷ്ടമായിട്ടാണ് ഈ മനുഷ്യനെ തിരിച്ചു തന്നാക്കണത്, ഇങ്ങനെ എനിക്ക് തിരിച്ചു തരരുത്. എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ എങ്ങനെ ഇരുന്ന് എങ്ങനെ ഭക്ഷണം കഴിച്ച്, അങ്ങനെയല്ലാതെ കർത്താവേ ഈ മനുഷ്യനെ മരണത്തിലും കഷ്ടമായിട്ട് എനിക്ക് തിരിച്ചു തരരുത് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് കണ്ണടച്ചിട്ട് ഞാൻ ശരിക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അസിസ്റ്റൻ്റ് ഡോക്ടർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി അമ്മച്ചി എന്നും പറഞ്ഞ് വിളിച്ച് ഞാൻ കണ്ണ് തുറന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു മിറാക്കിൾ സംഭവിച്ചാക്കണ്. സാംബശിവന് ജ്യൂസ് 1/2 ഗ്ലാസ് ജ്യൂസ് കൊടുത്ത് റിട്ടേൺ എടുക്കാൻ കണക്കാക്കി കൊടുത്ത ജ്യൂസ് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിച്ച് ആമാശയത്തിലെത്തി ദഹനം ചെയ്ത് അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി, കർത്താവ് എന്തായാലും എൻ്റെ ഭർത്താവിന് ഏതെല്ലാം അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് എടുത്തു മാറ്റാൻ കർത്താവിന് സാധിക്കുമെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഭർത്താവിന് ക്യാൻസറാണെന്ന് കരുതി ഞാൻ ദുഃഖിച്ചിട്ടില്ല. പുള്ളിനെ പുറത്തോട്ട് വിടുമെന്ന് പിന്നീടും കുറേ ദിവസങ്ങൾ കഴിഞ്ഞാണ് വായിൽ കൂടി ഭക്ഷണമൊക്കെ കൊടുത്തത്.